നല്ല ബാസ്മതി വൈറ്റ് റൈസ് ആയിട്ടേ ചിക്കൻ പൊരിച്ചിട്ട് ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് ആദ്യം തന്നെ ഒരു പാത്രം ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ആ ചിക്കൻ ആദ്യം പൊരിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ എണ്ണ തന്നെ ബാക്കിയുള്ളത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത് പോരാത്തതിന് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത് എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കണ്ട് വഴറ്റിയെടുക്കുക. അത് ഏകദേശം കണ്ട് വെന്ത് വരുമ്പോഴേക്ക് 200 ഗ്രാം തക്കാളി ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. 1 കിലോ അരി 1 കിലോ ചിക്കനായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ തക്കാളിയും കൂടെ ഒന്ന് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. വെന്ത് വന്നതിന് ശേഷം മസാല ചേർക്കുക. മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതേപോലെ തന്നെ കുരുമുളക് പൊടി. ഇത്രയും മസാലകൾ നമ്മൾ ഇതിലേക്ക് ചേർക്കണുള്ളൂ കേട്ടോ. വേറെ മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതൊന്ന് വെന്ത് വന്നതിൻ്റെ ശേഷം ഒരു 150 ഗ്രാം തൈരാണ്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു കൈപ്പിടി നിറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടാണ്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഒന്നും ഇങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം പൊരിച്ച് വെച്ച ചിക്കൻ ഇടാം. ഈ ചിക്കൻ ഒന്നുമില്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ ഒന്നും ഇങ്ങോട്ട് കുഴച്ചിട്ട് ചെറിയ രീതിയിൽ പൊരിച്ചെടുത്താൽ മതി. അത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അത് ഈ മസാലയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അത് ഇതിലേക്ക് ചേർക്കുന്ന ഫുൾ സവാള നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. 500 ഗ്രാം സവാള നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതിന് 350 ഗ്രാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ബാക്കി നമുക്ക് പിന്നെ അതിൻ്റെ മേലെ കൂടി സെൻറ്ററിലൊക്കെ ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ഈ ചിക്കനും കൂടെ ചേർത്തിട്ട് ആ മസാല ഒരല്പം 10 മിനിറ്റ് വേവിച്ചിട്ട് അവിടെ അടച്ചിട്ട് അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ റൈസ് ഉണ്ടാക്കട്ടെ. വെള്ളത്തിലേക്ക് പട്ട, ഏലം, ഗ്രാമ്പൂ, തക്കോലം, അതേപോലെ തന്നെ 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കുക. എന്നിട്ട് അത് തിളച്ചു വരും. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു കഷ്ണം ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വൈറ്റ് റൈസ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചാട്ടാ. എന്നിട്ട് അത് ഈ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് അതിൽ കണ്ടിട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി കൊടുക്കട്ടെ, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട കുത്തും. നമ്മളിതിലൊരല്പം കുരുമുളക്, കുരുമുളകൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് 90% വേവിച്ചെടുക്കണം കേട്ടോ. ബാക്കി ഒരു 10% നമ്മൾ ആ ദമ്മിൽ കിടന്ന് വെന്തോളും. എന്നിട്ട് ആ മസാല, ചിക്കൻ മസാലേൻ്റെ മേലേക്ക് അല്പം വെള്ളത്തോട് കൂടിയിട്ട് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തോളിട്ടാ. എന്നാൽ ആ മസാല അടിയിൽ മസാലച്ചോറ് ഒരല്പം ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് ഒരു ലെയർ ഇട്ടതിന് ശേഷം അതങ്ങനെ പരത്തി കൊടുക്കുക. മേലെ കൂടി ഒരല്പം ഗരം മസാല വാരി വതറുക. മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയാട്ടത് ഈ ഒഴിച്ചു കൊടുക്കണം. 2 ടേബിൾ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മേലെ കൂടി അണ്ടിപ്പരിപ്പ് വറുത്തതും, സവാളയും, അതേപോലെ തന്നെ മല്ലിയില, പുതിനയില എല്ലാം കൂടെ അങ്ങോട്ട് വാരി വതറുക. എന്നിട്ട് അതിൻ്റെ മേലെ കൂടി അടുത്ത ലെയർ ചോറും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഊറ്റി വെച്ച് വെള്ളം വാർത്തിട്ടൊന്നും ഇടണ്ട, അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ മേലെ കൂടി ബാക്കി വന്ന പാലിൽ കലക്കിയ മഞ്ഞൾപ്പൊടി കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ കൂടെ നല്ല നെയ്യ് ഇട്ട് കൊടുക്കുക. അടച്ച് വെക്കുക. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ശേഷം അതിങ്ങോട്ട് തുറക്കുക. എന്നിട്ട് ഇതങ്ങനെ മിക്സാക്കുക, ആസ്വദിച്ച് കഴിക്കുക.